മണ്ണാർക്കാട് നജാത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചതായി പരാതി. 1ാം വർഷ ബിരുദ വിദ്യാർത്ഥി മുഹമ്മദ് അൻസിലിനാണ് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റത്. പരിക്കേറ്റ മുഹമ്മദ് അൻസിൽ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവം അറിഞ്ഞെത്തിയ കോളേജ് അധികൃതർ പോലീസിൽ പരാതി നൽകരുതെന്ന് ആവശ്യപ്പെട്ടതായും മുഹമ്മദ് അൻസിൽ പറയുന്നു. ഇതിനു മുമ്പും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായും അതുകൊണ്ട് തന്നെ പരാതിയുമായി മുന്നോട്ട് പോവുകയാണെന്നും അൻസിൽ പറഞ്ഞു. അൻസിലാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അൻസിലെ എന്താണ് സംഭവിച്ചത്? സംഭവം കോളേജിലൂടെ പരിപാടിയായിരുന്നു മുട്ടിപ്പാട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും എൻ്റെ തുണക്കാരനും പാടെ മേലേക്ക് പോവായിരുന്നു. പരിപാടിൻ്റെ ഇടയിൽ നിന്ന് മേലേക്ക് പോകുമ്പോൾ വിളിച്ചിട്ട് ബട്ടൺസ് ഇടാൻ പറഞ്ഞു. ബട്ടൺസ് ഇടാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ റാഗിങ് ആണ് ചോദിച്ചു. അതിൽ ആ റാഗിങ് ആണ് കൂട്ടിക്ക് പറഞ്ഞു. അപ്പോൾ സാറിനോട് കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞപ്പോൾ എന്തായാലും പറയില്ല എന്നതും കൂടിയും പറഞ്ഞു. അങ്ങനെ എല്ലാവരും പാടെ തല്ലിയത്. അതിൽ അജീഷ് പറഞ്ഞെടുത്തനാണ് ആദ്യം ഇടിവാളം എന്ത് ഉപയോഗിച്ചിട്ട് ഇവിടെ തല്ലി. ഇവിടെ ചെറിയ പൊട്ടലുണ്ട്, പിന്നെ ഇവിടെയും ചെറിയ സ്ക്രാച്ച് ഉണ്ട്. ഇതിനു മുമ്പ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അന്ന് രാവിലെ തന്നെ വേദന ഉണ്ടായിരുന്നു. അതല്ല, ഇതിനു മുമ്പ് ഇതേപോലെ റാഗിങ് ഉണ്ടായിട്ടുണ്ട്. ബട്ടൺസിന്റെ പേരിലും ഇരിക്കണോടത്ത് നീപ്പിച്ചോടലൊക്കെ ഉണ്ടായിരുന്നു ഇതിനു മുന്നേ തന്നെ. അൻസിൽ എത്രയിലോ പഠിക്കണേ? ഞാൻ ഫസ്റ്റ് ഇയർ ബികോം ഫസ്റ്റ് ഇയർ. ഈ മർദ്ദിച്ചവരെ ഏത് ക്ലാസ്സിലാണ്? അത് ക്ലാസ് അതിലെ തേർഡ് ഇയർ ആണ്. അപ്പോൾ എന്നിട്ട് എന്തൊക്കെയാ മനസ്സിന് പറ്റിയത്? എന്തൊക്കെയാ? എനിക്കത് ഇവിടെ പൊട്ടലുണ്ട്, അത് പിന്നെ ഇവിടെ ചെറിയ സ്ക്രാച്ച് ഉണ്ട്, പിന്നെ കണ്ണിന്റെ നരമ്പ് ചതവുണ്ട്. എന്നിട്ട് എവിടെയായിരുന്നു അഡ്മിറ്റ് ആയത്? പെരിന്തൽമണ്ണ മാലപ്പുറം MES ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയത്. എന്നിട്ട് ഇപ്പോൾ എന്നാ ഡിസ്ചാർജ് ചെയ്ത്? ഡിസ്ചാർജ് ഇന്നലെ വൈകുന്നേരം എത്തി. അപ്പോൾ ഇതെന്നാ സംഭവം ഉണ്ടായത്? ബുധനാഴ്ച ഒരു 3:30 മണിയോടെ. ബുധനാഴ്ച 3:30 മണിയോടെ. എന്നിട്ട് നേരെ പോയതും ICUലായിരുന്നു ഞാൻ. ഇന്നലെ വൈകുന്നേരം ICU ഇറങ്ങണേ. ഇന്നലെ വൈകുന്നേരം വാർഡിലേക്ക് മാറ്റിയിട്ട് മിന്നാന്ന് ഞാൻ പോണേ. മിന്നാന്ന് വാർഡിലെത്തിയിട്ട് ഇന്നലെയാണ് അവിടുന്ന് ഞാൻ വീട്ടിലോട്ട് എത്തി ഡിസ്ചാർജ് ആയിട്ട്. ഈ വിവരം കോളേജ് അധികൃതരെ അറിയിച്ചിരുന്നോ? ഞാൻ മണ്ണാർക്കാട് ഗവൺമെന്റിലേക്ക് ആദ്യം നേരെ പോയി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടുന്ന് സാറൊക്കെ ഇവിടുത്തെ വൈസ് പ്രിൻസിപ്പൾ അസ്ലം സാർ കണ്ടിട്ടുണ്ട്. സാറൊക്കെ വന്ന് എന്നെ കണ്ടിരുന്നു. പിന്നെ അതിനെ കുറിച്ച് അന്വേഷിച്ച് പിടിച്ചൊന്നും ചെയ്തിട്ടില്ല. ഇല്ല. അവർക്ക് പരാതി കൊടുത്തിരുന്നോ കോളേജ് അധികൃതർക്ക്? കോളേജിൽ നമ്മൾ ഇപ്പോൾ വാപ്പ വിളിച്ചു. അങ്ങനെ ഇതായി വന്നപ്പോൾ കേസ് കൊടുക്കണ്ട, നമുക്ക് കോളേജിൽ നിന്ന് തീർപ്പാക്കുന്ന സാർ പറഞ്ഞത്. ആരാ പറഞ്ഞത്? അസ്ലം സാർ തന്നെ പറഞ്ഞത്. അതായത് പ്രിൻസിപ്പലോ? വൈസ് പ്രിൻസിപ്പളാണ്. വൈസ് പ്രിൻസിപ്പൽ. അതായത് കേസ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. കേസ് കൊടുക്കണ്ട പറഞ്ഞു. നമുക്ക് കോളേജിൽ നിന്ന് ഇതാക്കാന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? പോലീസിന് വാപ്പ പറഞ്ഞു ഞങ്ങൾ പോലീസിന് പരാതി കൊടുക്കാന്ന്. വാപ്പ അങ്ങനെ കേസ് കൊടുക്കിയത്. എന്നിട്ട് പോലീസുകാർ വന്ന് മൊഴിയെടുത്തോ? പോലീസുകാർ വന്ന് മൊഴിയെടുത്തു. ഞാൻ ICUന്ന് വാർഡിലേക്ക് മാറിയപ്പോൾ തന്നെ പോലീസുകാർ വന്ന് മൊഴിയെടുത്തു. ഇപ്പൊ അവരെന്താ പോലീസ് എന്താ അറിയിച്ചിരിക്കണേ? FIR എഴുതിക്കണം. ഈ മർദ്ദിച്ചവരെ അൻസിലിനെ അറിയുന്ന ആൾക്കാരല്ലേ? അറിയുന്ന ആൾക്കാരാണ്. ആരൊക്കെയാണ് മർദ്ദിച്ചതെന്ന് പറയോ? അജീഷ്, സാദിഖ്, അൻഷാദ്, പിന്നെ ഏതൊരു ജഫ്സൽ പറഞ്ഞൊരുത്തനും കൂടി ഉണ്ട്. അവന്റെ പേര് എനിക്ക് കണ്ട അതേ പേര് അതിന് ആ മൊഴി എടുക്കാൻ വന്ന സാറിനോട് പറഞ്ഞിരുന്നത്. 4 പേരാണോ മർദ്ദിച്ചത്? 4 പേരെ മർദ്ദിച്ചു. ഇവര് 4 പേരും സീനിയേഴ്സ് ആണോ? സീനിയേഴ്സ് ആണ്. ശരി. ഇതിനു മുമ്പ് ഇവരുടെ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അതിന് മുന്നേ റാഗിങ് കേസുമാരി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തായാലും പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം. ഇന്നിപ്പോ കോളേജിലേക്ക് നിങ്ങളെ വിളിപ്പിച്ചിട്ടുണ്ട്? ഇന്ന് കോളേജിലേക്ക് വിളിപ്പിച്ചു. എന്തിനാ വിളിപ്പിച്ചിരിക്കുന്നത്? അടി നടന്ന സംഭവം കാണാൻ വേണ്ടിട്ട്. അപ്പൊ അവരെയും വിളിച്ചിട്ടുണ്ടോ? അവരെ വിളിച്ചിട്ടുണ്ടോ അറിയില്ല, ഞങ്ങളെ വിളിച്ചേ. അപ്പോൾ പോലീസാണ് കോളേജിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്? പോലീസാണ് കോളേജിൽ വിളിപ്പിച്ചത്. അല്ലേ? ഈ കോളേജിൽ ഇത്തരത്തിലുള്ള ഇത് സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ടോ? അതിന് മുന്നേ ഇങ്ങനെ അടിയൊക്കെ ഉണ്ടാവാറുണ്ട് ഇവിടെ. റാഗിങ്ങിന്റെ പേരിൽ തന്നെയാണ്. അപ്പൊ നിങ്ങളോട് പരാതിയായിട്ട് മുന്നോട്ട് പോകണ്ടെന്നാണോ കോളേജ് അധികൃതർ പറയുന്നത്? കോളേജിൽ വാപ്പ വിളിച്ചപ്പോ അതാ പറഞ്ഞേ, കേസായിട്ട് പോകണ്ട, കോളേജിൽ നിന്ന് ഇതാക്കാന്നാ പറഞ്ഞേ. കോളേജിൽ നിന്ന് തീർക്കാം എന്ന രീതിയിൽ അല്ലേ? പക്ഷെ നിങ്ങൾ പരാതിയായിട്ട് മുന്നോട്ട് പോവാണ്? മുന്നോട്ട് തന്നെയാണ്. തൻ്റെ കുട്ടിക്കുണ്ടായ അനുഭവം മറ്റൊരു വിദ്യാർത്ഥിക്കും ഉണ്ടാവരുതെന്നും അതിനാൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നും അൻസിലിൻ്റെ പിതാവ് അബ്ദു താഹിറും പറയുന്നു. മുഹമ്മദ് അൻസിലിൻ്റെ പിതാവ് അബു താഹിറാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. എന്താ ഉണ്ടായത്? ഇതിപ്പോൾ കുട്ടികൾ തമ്മിൽ റാഗിങ്ങിൻ്റെ പ്രശ്നങ്ങൾ ഇതിന് മുമ്പേയും കുറേ പ്രാവശ്യം വീട്ടിൽ വന്നപ്പോൾ അങ്ങനെ പറയലുണ്ട്. നമ്മൾ ഈ കോളേജെല്ലാം അതൊക്കെ ഈ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടാൻ പറയലും പാൻറ്റ് ഊരാൻ പറയലും ഇതൊക്കെ പാടായിട്ട് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് വന്ന് പറയലുണ്ട്. നമ്മളതിൻ്റെ കാര്യമാക്കി എടുത്തില്ല. പിന്നെ നോക്കുമ്പോഴാണ് ഈ ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഈ കയ്യിൽ കിടക്കുന്ന വളമൊക്കെ ഊരിയിട്ട് ഒരു മനുഷ്യൻ്റെ തലയൊക്കെ തല്ലി ഇതാക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ പറഞ്ഞാൽ ഞാൻ മാഷിനെ ഹോസ്പിറ്റലിൽ വെച്ച് മാഷിനെ വിളിച്ചപ്പോൾ മാഷ് പറഞ്ഞത് എന്നെക്കൂടെ പറഞ്ഞത് മാഷെ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ചോദിച്ചത്. മൂപ്പർ പറഞ്ഞത് അല്ല നിങ്ങൾക്ക് എന്ത് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് അഡ്മിറ്റ് ആക്കാൻ പോകണം, കേസും കൊണ്ട് പോകാൻ പോകുന്നു പറഞ്ഞപ്പോൾ അത് നമുക്ക് കോളേജിൻ്റെ പേര് മോശമാവൂലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ കോളേജിൻ്റെ പേരാണ് നോക്കുന്നത്, ഞാൻ എൻ്റെ കുട്ടീൻ്റെ ജീവിതം നോക്കുന്നത്. അങ്ങനെ ഞാൻ അവിടുന്ന് മദർ കെയർ ഹോസ്പിറ്റലിൽ കൊണ്ട് സ്കാൻ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഇവിടെ മണ്ണാർക്കാട് താലൂക്കിൽ അവിടെ പറ്റൂല എന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ നേരെ MES ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയി ICU കയറ്റി ഒരു ദിവസം ഫുള്ളായി ICUലായിരുന്നു.
എല്ലാം കഴിഞ്ഞ് വന്ന് ഇപ്പോൾ ഇന്നലെ വീട്ടിലെത്തി. ഇപ്പോൾ ചെക്കപ്പിന് ഇനി പോകാൻ പറഞ്ഞിരിക്കുകയാണ്. മുഖത്ത് ഇവിടെ നിന്ന് കൈ ഇങ്ങനെ തൊടാൻ പറ്റുന്നില്ല, തൊട്ടാൽ തന്നെ വേദനിക്കുകയാണ്. പിന്നെ പല്ലിൻ്റെ സൈഡൊക്കെ നല്ല വേദനയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് ഇങ്ങനെ അവിടെ പോയി കഴിഞ്ഞാൽ ഇന്നിപ്പോൾ എൻ്റെ കുട്ടിക്ക് ഇന്ന് സംഭവിച്ചു, നാളെ ഇത് വേറൊരു കുട്ടിക്ക് സംഭവിക്കാൻ പാടില്ല എന്നുള്ളതിൽ ഞാനിത് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പരാതിയായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം അല്ലേ? ഇപ്പോൾ പോലീസ് നിങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞു. പരാതി പോലീസ് എന്താ അതിൽ പറഞ്ഞിരിക്കണേ? പോലീസ് ഇപ്പോൾ FIR ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയാമെന്നാണ് പറഞ്ഞിരിക്കണം. ഇതിനു മുമ്പ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായതായിട്ട് മകൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ പറയും, ഷർട്ടിൻ്റെ ബട്ടൺസ് ഊരാൻ പറഞ്ഞ് ഇങ്ങനെ കുട്ടികളുടെ പേരൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പം നമ്മൾ ഈ കോളേജല്ലേ, അതൊക്കെ സഹജല്ലേ വിചാരിച്ചു. പക്ഷേ ഇങ്ങനെയുള്ള ഒരു ഇതൊന്നും നമ്മൾ മനസ്സിൽ കണക്കൂട്ടാത്ത കാര്യങ്ങളാണ്. ഈ ഇരുമ്പിൻ്റെ വളമൊക്കെ കയ്യിലിടുന്ന വള കോരിയിട്ട് തല്ലുകയെന്ന് പറയുമ്പോഴേ അതും നെറ്റിൻ്റെ ഈ ഭാഗത്തെ എല്ലാം പൊട്ടിക്കണം, പിന്നെ കണ്ണിൻ്റെ ഈ സൈഡത്തെ എല്ലും. ഇതൊന്നും ഒരു രക്ഷിതാക്കൾക്കും ഇതൊന്നും കണ്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യുന്നത്? ഞാൻ ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ എന്തായാലും പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനം. പക്ഷേ പരാതി കൊടുക്കേണ്ടാത്ത രീതിയിൽ കോളേജ് അധികൃതർ നിങ്ങളോട് പറഞ്ഞു. കോളേജ് അധികൃതർ പറയുന്നുണ്ട്. പിന്നെ ഒരുപാട് വേണ്ടപ്പെട്ട ആൾക്കാർ, അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ഇപ്പോൾ ഇന്നലെ തന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ചിലവായ പൈസ തരാം, നിങ്ങൾ ആ കേസിൽ നിന്ന് പിൻവലിക്കണം, കുട്ടികളുടെ ഭാവിയാണ് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു. അവരുടെ കുട്ടികളുടെ ഭാവി മാത്രമേ നോക്കുന്നുള്ളൂ. ഈ വിളിക്കുന്ന ഈ റായി ചെയ്ത ആളുകളാണ്. അവർ വാർഡ് മെമ്പറാണ് പറഞ്ഞാണ് ഇന്നലെ തന്നെ ഒരാൾ വിളിച്ചത്. ഇനിയിപ്പോൾ അങ്ങനെ ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയുള്ള വാർഡ് മെമ്പറാണ് വിളിച്ചത്? വാർഡ് മെമ്പർ മണ്ണാർക്കാടുള്ളതാണെന്നാണ് പറഞ്ഞത്. മണ്ണാർക്കാട് ഇവിടെ സ്ഥലം കറക്റ്റായിട്ട് പേര് പറഞ്ഞിരുന്നോ? ഇല്ല, പേര് പറഞ്ഞില്ല. വാർഡ് മെമ്പർ വരെ വിളിക്കുന്നുണ്ട്. വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അത് കേസ് പിൻവലിക്കണം, കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞിട്ട് പൈസ എത്ര വേണ്ടി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. പൈസ അല്ലല്ലോ അതിൽ പ്രശ്നം, എൻ്റെ കുട്ടീൻ്റെ ജീവിതമാണ്. ഞാൻ അതുകൊണ്ട് ഏത് അറ്റം വരും പോകാൻ ഞാൻ റെഡിയാണ്. വാർഷിക പലിശ 4% മാത്രം. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്, ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്. മുല്ലപൂക്കുന്ന ചന്തമായി വന്നു നീ ദേവസുന്ദരി, മുല്ലപൂക്കുന്ന ചന്തമായി വന്നു നീ ദേവസുന്ദരി, നിലാവിൻ്റെ തേരേറി വന്നു നീ, അഴകു പെയ്തു നിന്നു മുല്ലാസ്, കസവു ചാർത്തി വന്നു മുല്ലാസ്, അഴകു പെയ്തു നിന്നു മുല്ലാസ്, കസവു ചാർത്തി വന്നു മുല്ലാസ്. മുല്ലാസ് വെഡിംഗ് സെന്റർ, കോടതിപ്പടി, മണ്ണാർക്കാട്. സാർ, ഞാൻ മൾട്ടി സ്റ്റേറ്റ് സഹകരണ ബാങ്ക് എന്നാണ്. ഞങ്ങൾക്ക് ഇന്ത്യയിൽ 256 ബ്രാഞ്ച് ഉണ്ട് സർ. ഞങ്ങൾ കേന്ദ്ര അംഗീകൃത ബാങ്കാണ് സാർ. പിന്നെ ഫോർമാലിറ്റീസ് ഒക്കെ വളരെ കുറവാണ് സാർ. ഒരു ദിവസം തന്നെ എത്രയെത്ര വിളികൾ, എന്തെല്ലാം വാഗ്ദാനങ്ങൾ. നമ്മുടെയെല്ലാം വിയർപ്പിനാൽ പടുത്തുയർത്തിയ സഹകരണ ബാങ്ക് ഉള്ളപ്പോൾ നമുക്കെന്തിനു മറ്റൊന്ന്? അരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം. സഹകരണ ബാങ്ക് ഒരു കരുത്താണ്, നാടിന്റെ ഒരു സുഹൃത്താണ്. നീയാണ് സ്വർണം, നിനക്കാണ് തിളക്കം. പഴേരി ഗോൾഡൻ ഡയമണ്ട്സ്.